വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2.5 kg ബാറ്റർ ആട്ടോ തയ്യാറാക്കി എടുത്തത്. കാരണം ഇതിൽ കപ്പ് കേക്ക് ഉണ്ടായിനെ. അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഓരോ ഡിഫറൻസ് ഫ്ലേവറാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആട്ടോ ചെയ്തെടുത്തത്. അതിനുശേഷം ആട്ടോ മാംഗോ ട്രഫിള്, പിന്നെ വാനില കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ടെൻഡർ കോക്കനട്ടും. അത് മൂന്നും വാനില ബേസ്ഡ് സ്പഞ്ചല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല, കാരണം തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡ് മീറ്ററുള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. കാരണം എനിക്ക് ഇപ്പോൾ ഒരു പണി എടുക്കുമ്പോൾ അപ്പുറത്ത് വേറൊരു പണി ചെയ്യാം. അപ്പോൾ ഭയങ്കര ഉപകാരമാണ് സ്റ്റാൻഡ് മീറ്റർ കിട്ടിയതുകൊണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ചോക്ലേറ്റ് ട്രഫിളെല്ലാം മെൽറ്റ് ചെയ്തെടുത്തു. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഇങ്ങനെ ആട്ടോ ചെയ്യൽ. അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. കാരണം എല്ലാവർക്കും ഗ്രേറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നില്ല. പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫൈഡിന് ഞാൻ ഇങ്ങനെ ആട്ടോ ചെയ്ത് കൊടുക്കൽ. എനിക്കും ഇങ്ങനെ ഇഷ്ടം. കാരണം ആ ഗ്രേറ്റ് ചെയ്തിട്ടെന്തോ ഞാനിങ്ങനെ ആട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് കൊടുക്കൽ. അപ്പോൾ ഈ കേക്കിന് 8ൻ്റെ പണിയും കിട്ടിയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറിന് ഞാൻ ആദ്യം തന്നെ ഫോട്ടോ അയച്ചു കൊടുത്തു. കസ്റ്റമറിനോട് പറഞ്ഞതിനു ലൈറ്റായിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞു. ഫസ്റ്റ് ഡാർക്കാക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും ഡാർക്ക് ചെയ്യൂല എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഒരിതുണ്ടല്ലോ, കാരണം എന്തായാലും കൈപ്പടിക്കും ക്രീം നന്ന ഡാർക്കാക്കി. ഹോം ബേക്കേഴ്സിന് അറിയാൻ പറ്റില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത്ര ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയില്ല. പിന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡാർക്ക് ഷെയ്ഡ് രണ്ടാമതും ഫസ്റ്റ് ചെയ്ത് പിന്നെയും റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ കസ്റ്റമറിന് പിന്നെ അയച്ചിട്ട് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു കയ്പൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പുറത്തോട്ടായിരുന്നല്ലോ അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇതാട്ടെ കേക്കിന് ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ട് മാംഗോ ട്രഫിളാണേ. ഇത് കടന്ന് വന്നൊരു ഓർഡർ എന്ന് പറഞ്ഞത്. ഇത് ദുബായിൽ നിന്ന് വന്ന ഓർഡർ കേട്ടോ. എൻ്റെ റിലേറ്റീവിന് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിൾ ബർത്ത്ഡേ ആണ്. അവന് പറഞ്ഞു ടോൾ കേക്ക് ആയിട്ട് വേണ്ട, ജസ്റ്റ് ഒരു കുറച്ച് ഹൈറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ടോ ചെയ്തത്, ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ച് നല്ല ഇതിൽ തന്നെ ഹൈറ്റ് കിട്ടി. കാരണം വീഡിയോയിൽ അങ്ങനെ തിരിയുന്നില്ല, പക്ഷേ നേരിട്ടാണ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഡിസൈനാണ്. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഉമ്മ എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ എഴുതി കൊടുത്തിട്ട്. അപ്പോൾ ഇത് ഡെലിവർ ചെയ്തു. അടുത്ത കേക്ക് കാണാം. ഇത് വന്നിട്ട് ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ആട്ടോ, 1/2 kg. അപ്പോൾ ഞാൻ 1/2 kg ആയിട്ട് എടുക്കലില്ല. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഓർഡേഴ്സ് ഉണ്ടാകുന്ന ദിവസം 1/2 kg പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് കേക്കില്ല അതൊക്കെ എടുക്കും കേട്ടോ. അതായിരിക്കും അധികം എടുക്കൽ. പക്ഷെ ഞാൻ ഇടയ്ക്ക് എടുക്കാറുണ്ട്, ഓരോ തോന്നൽ പോലെ. അപ്പോൾ ഈ കേക്കിന് ഫൈനലൊക്കെ വന്നിട്ട് സിമ്പിളായിട്ട് ഇതാട്ടോ ഈ കേക്ക്. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ട് വാനില ട്രഫിളാട്ടോ. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ഡിസൈൻ തന്നെ. അപ്പോൾ ഈ കസ്റ്റമർ വന്നിട്ട് എൻ്റെ സ്ഥിരം കസ്റ്റമർ. അത് ഈ സെയിം ഡിസൈൻ തന്നെയാണ് അവരെ ഇപ്പോൾ ചൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഫൈനലൊക്കെ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ? എങ്ങനെ ഉണ്ട്? ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനെ ലോങ് വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, താങ്ക് യു.